ഇന്നത്തെ കാലത്ത് ഇത്രയും ടെക്നോളജീസ് ഒക്കെ അഡ്വാൻസ് ആയിട്ട് ഇത്രയും സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സ് ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴും കുറേ സൈബർ അറ്റാക്കും സ്കാംസ് ഒക്കെ ഉണ്ടാകാൻ കാരണം? അതായത് ഇതിന് ആൻസർ പറയുകയാണെങ്കിൽ ഹ്യൂമൻസ് ആർ വൾണറബിൾ, നോട്ട് ദ മെഷീൻസ്. ഇപ്പോൾ മെഷീൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് മെഷീൻസ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ സാധാരണക്കാർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്കാംസുകളും അറ്റാക്സുകളും എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തു, ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു, അത് ഹാക്കേഴ്സ് കൊണ്ടുപോയി. അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തു, പേയ്മെൻറ്റ് ചെയ്തു, അപ്പോൾ പിന്നീട് നോക്കുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര പൈസ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മെയിൻലി ഹ്യൂമൻസിലുള്ള വൾണറബിലിറ്റീസിനെ ഫോക്കസ് ചെയ്ത് നടക്കുന്ന സ്കാംസും അറ്റാക്സ് ഒക്കെയാണ്. ഇതിനെ നമ്മൾ നോർമലി വിളിക്കുന്നൊരു പേരെന്ന് പറയുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സാധാരണ ഒരാൾക്ക്, ഇപ്പോൾ എല്ലാവരും ടെക്കീസോ ഒന്നും ആണെന്നൊന്നുമില്ല, അപ്പോൾ നോർമൽ ഒരാൾക്ക് ഇതുപോലത്തെ സ്കാംസിൽ നിന്ന് അറ്റാക്സിനൊക്കെ രക്ഷപ്പെടാനായിട്ടൊക്കെ എന്തൊക്കെയായിരിക്കും മെത്തേഡ്സ് ഉള്ളത്? ഇപ്പോൾ എല്ലാവരും ടെക്കീസ് ആവണമെന്ന് നിർബന്ധമില്ല. ടെക്നിക്കൽ മൈൻഡ് ഇല്ലാത്ത സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഈ OTPs ഒക്കെ പറഞ്ഞു കൊടുക്കുക. അതെ, അതായത് ഇപ്പം നമ്മൾ ഈ OTP പറഞ്ഞു കൊടുക്കുക, ഫിഷിംഗ് എന്നാണ് പറയുക. അതായത് ഫോൺ കോൾ ത്രൂ നമ്മൾ ഫിഷ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഒന്നുമില്ല, അതായത് ഇപ്പോൾ നമുക്കൊരു OTP നമ്മുടെ മെസ്സേജിലോട്ട് വരുന്നു, അപ്പോൾ അത് ആരെങ്കിലും വിളിച്ചിട്ട് OTP പറഞ്ഞ് തരുമെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ OTP പറഞ്ഞു കൊടുക്കാതിരിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ലിങ്കിൽ വരുവാണ്, ഇപ്പോൾ ഒരു മെയിൽ വരുവാണ്, അപ്പോൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ലിങ്ക് അല്ല എന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക, പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരുടെയും വരുന്നുണ്ട്. അതായത് നോർമൽ ഒരു ഓതൻറ്റിക്കേഷൻ അല്ലാതെ അതിന് എക്സ്ട്രാ ഒരു സെക്യൂരിറ്റിയും കൂടെ കൊടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ, അതിപ്പോഴും പലരും എനേബിൾ ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ്, അതേപോലെ ഒരുപാട് പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ പ്രോ വേർഷൻസ് യൂസ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്രാക്ക്ഡ് വേർഷൻസ് പലരും കസ്റ്റമൈസ് ചെയ്ത് ആപ്പ് ബിൽഡ് ചെയ്തിട്ട് ക്രാക്ക്ഡ് വേർഷൻസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അവർക്ക് ഈസിലി പെർമിഷൻസും കാര്യങ്ങളും, നമ്മുടെ സ്റ്റോറേജ് പെർമിഷൻസ്, ഫോട്ടോ ഗാലറി പെർമിഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ആ ഒരു ആൾക്കാണ് അതിൻ്റെ പെർമിഷൻസും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ഒരു സാധാരണക്കാരന് ഇതേപോലുള്ള സ്കാംസിൽ നിന്നൊക്കെ അത്യാവശ്യം രക്ഷപ്പെടാനായിട്ട് പറ്റും.